ഹലോ, എല്ലാവർക്കും ജിഗ്ഗോസിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓട്സ് വെച്ചിട്ടുള്ളൊരു ബ്രൗണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഈ ബ്രൗണി തയ്യാറാക്കാനായിട്ട്. നമ്മൾ മുട്ടയോ മൈദയോ അങ്ങനെയുള്ള യാതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് തയ്യാറാക്കുന്നത്. സാധാരണ ഇത് തയ്യാറാക്കാനായിട്ട് മൈദയും മുട്ടയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനിവിടെ ഇതൊന്നും ചേർത്തിട്ടില്ല. ചേർക്കാതെ നമുക്കിതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബ്രൗണി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കണം. അത് നല്ല കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ വെള്ളമയം എല്ലാം നമുക്ക് തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിതെല്ലാം പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ആദ്യമേ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 250 ഗ്രാം ഓട്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ കൊക്കോ പൗഡർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരല്പമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതെല്ലാം മിക്സിയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഓട്സ്, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, സാൾട്ട് ഇതെല്ലാം കൂടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാനിവിടെ ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബട്ടർ അടിയിൽ നിന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മെൽറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലുള്ള ബ്രൗണിയൊക്കെ തയ്യാറാക്കുമ്പോൾ സാധാരണ മൈദ ചേർത്താലാണ് സോഫ്റ്റ് ആവുക എന്നൊക്കെയാണ് എല്ലാവരും പറയുക. പക്ഷേ മൈദയുടെ ഒരാവശ്യമില്ല. നമുക്ക് മൈദ ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായ ബ്രൗണിയൊക്കെ തയ്യാറാക്കിയെടുക്കുക. അതുപോലുള്ള കേക്കുകളൊക്കെ നമുക്ക് മൈദ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഓട്സും കൊക്കോ പൗഡറും എല്ലാം കൂടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 പഴമാണ്. അത് ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത്തപ്പഴം വേണ്ട, ചെറിയ പഴം ഏതായാലും കുഴപ്പമില്ല. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെയുള്ള മധുരമുള്ളതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിവിടെ അതിന് പകരമായിട്ട് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 150 ഗ്രാം ഹണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരങ്ങൾ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോ ശർക്കരയോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഒരു 1/2 കപ്പ് പാൽ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. ഏലക്കാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല മൂടി വെച്ച് മിക്സിയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പഴവും പാലും തേനും എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സിൻ്റെ കൂട്ടിലേക്ക് കുറേശ്ശെ ആയിട്ട് നമുക്കത് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ചൊഴിച്ച് കൊടുക്കരുത്. കാരണം ഇതിൻ്റെ ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കറക്റ്റ് പാകത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നമ്മൾ മൈദ ചേർത്തിട്ടില്ല, മുട്ട ചേർത്തിട്ടില്ല, അങ്ങനെയുള്ള ഈസ്റ്റ് അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും കഴിക്കാം. കൊളസ്ട്രോളോ ഷുഗറോ ഉള്ളവർക്കൊന്നും കുഴപ്പമൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെയാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പഞ്ചസാര, ശർക്കര ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തത്. ഇത് വേണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല മധുരം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ശർക്കരയോ
പഞ്ചസാരയോ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രൗണി തയ്യാറാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ഇത്രയും ചേർത്തിട്ടും നല്ല ടൈറ്റായിട്ട് ആണ് വരുന്നതെങ്കിൽ കുറച്ച് പാൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഏകദേശം ഒരു കേക്കിൻ്റെ പരുവമൊക്കെ നമുക്കറിയാമല്ലോ. ആ രൂപത്തിലാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കേണ്ടത് ഈ കൂട്ടുകളെല്ലാം. മധുരം കുറച്ചും കൂടി ഒരല്പം കൂടി വേണമെങ്കിൽ കുറച്ച് ഹണി കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രൗണി തയ്യാറാക്കാനായിട്ടുള്ള കൂട്ടെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ബ്രൗണി തയ്യാറാക്കുന്നത് ഓവനിലൊന്നുമല്ല, ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതും കുക്കറിനകത്താണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ കുക്കർ നന്നായിട്ട് തന്നെ ചൂടായി വരണം. ചൂടായതിന് ശേഷം അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുക കുക്കറിനകത്ത്. ആ പാത്രവും ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രൗണിയുടെ കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ. ഈ പാത്രം നന്നായിട്ട് തന്നെ തുടച്ച് അതിനകത്ത് കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാമോ അല്ലെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സോ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ബ്രൗണി തയ്യാറാക്കിയെടുക്കാം. ഇതാ ഞാനൊരു ചുറ്റുപാത്രത്തിൻ്റെ അടപ്പാണ് ഞാൻ ഈ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. കുക്കറും ഇതെല്ലാം നന്നായിട്ട് തന്നെ ചൂടായിട്ടിരിക്കുകയാണ്. കൈ പൊള്ളാതെ സൂക്ഷിച്ച് ഇതുപോലെ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് 120-ൽ വെച്ച് കൊടുത്തന്നേ ഉള്ളൂ. ഇനി നമ്മളിത് 30 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നമുക്കൊന്ന് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരു സൈഡിലായിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ഒട്ടുന്നുണ്ടെങ്കിൽ അത് പാകമായിട്ടില്ല. ഒട്ടുന്നൊന്നുമില്ല. നമ്മുടെ ബ്രൗണിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കൈ പൊള്ളാതെ തന്നെ പതുക്കെ നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റി പുറത്തെടുത്ത് വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് ബ്രൗണി എന്തായി, നമുക്ക് കറക്റ്റ് പാകത്തിനൊക്കെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ബ്രൗണി എല്ലാം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. നമ്മൾ സൈഡ് ഇളക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, തന്നെ പോന്നോളും. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ബ്രൗണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈദയൊന്നും ഇട്ടിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യാൻ മറക്കരുത്. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാം വളരെയധികം നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. നിങ്ങളത് വ്യൂസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാണാതിരിക്കരുത്. കാണാത്തതുകൊണ്ടാണ്, നിങ്ങളത് ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടാത്തത്. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ കാണുക, പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും തിരിച്ചും ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.